ഹൂതികൾ ഒരുപക്ഷെ ഒന്ന് അടങ്ങിയിരിക്കുകയാണ് എന്നാണ് വിചാരിച്ചത്. ഒന്ന് എല്ലാ മേഖലകളിൽ നിന്നും പിന്മാറിയെന്ന് കരുതിയെങ്കിലും ഒട്ടും പിന്മാറിയിട്ടില്ല, കൂടുതൽ ശക്തമായി മുന്നോട്ട് വന്നിട്ടേ ഉള്ളൂ എന്ന് തെളിയിക്കാൻ തരത്തിലാണ് ഹൂതികളുടെ നിലപാടുകൾ. ചെങ്കടൽ വഴിയും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുമെന്നാണ് ഹൂതി നേതാവ് സെയ്ദ് അബ്ദുൽ മാലിക് അൽ ഹൂതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഫലസ്തീൻ ജനതയ്ക്കുള്ള തങ്ങളുടെ പിന്തുണ ഇനിയും തുടരുക തന്നെ ചെയ്യും. നവംബർ മുതൽ ഇസ്രായേൽ, അമേരിക്ക, UK എന്നിവയുമായുള്ള ബന്ധം 102 കപ്പലുകളാണ് ലക്ഷ്യമിട്ടത്. 2 ദിവസം കൂടുമ്പോൾ ശരാശരി ഒരു കപ്പലെങ്കിലും ആക്രമിക്കാൻ ഇരിക്കുകയാണ് ഹൂതികൾ. അറബിക്കടലിലെയും ചെങ്കടലിലെയും കപ്പൽ പാതകൾ സംരക്ഷിക്കാൻ ആരംഭിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് ദൌത്യം പരാജയപ്പെട്ടുവെന്നും അബ്ദുൽ മാലിക് അൽ ഹൂതി പറയുകയാണ്. ഹൂതികളുടെ ആക്രമണം കാരണം ഇസ്രയേലിൽ നിന്നുള്ള കയറ്റുമതിയിൽ 22%, ഇറക്കുമതിയിൽ 40% കുറവുണ്ടായി. ഇസ്രായേലിലെ അയാൾ തുറമുഖം മാർച്ച് 21 അടച്ചുപൂട്ടി. 80% അമേരിക്കൻ കപ്പലുകൾക്കും ചെങ്കടൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത്. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. ഷിപ്പിംഗ് ചെലവും ഇൻഷുറൻസ് തുകയും വർദ്ധിക്കും. ചരക്ക് കപ്പലുകൾക്ക് വിലക്കയറ്റം ഉണ്ടാകും. ദൈർഘ്യമേറിയ പാതകൾ സ്വീകരിക്കാൻ അമേരിക്കൻ കപ്പലുകൾ നിർബന്ധരാവുകയും ചെയ്യും. നിലവിൽ പല അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനികൾക്കും ഇൻഷുറൻസ് തുകയായി ഏകദേശം $50 മില്യൺ ചെലവ് വരുന്നുണ്ട്. ഇത് വലിയ വെല്ലുവിളിയാണ് അവർക്ക് മുന്നിൽ സൃഷ്ടിക്കുന്നത് എന്നും അബ്ദുൽ മാലിക് അൽ ഹൂതി വ്യക്തമാക്കി. യുദ്ധം 200 ദിവസം പിന്നിട്ടിട്ടും ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ തുടരുകയാണ്. ഇത് ഫലസ്തീൻ പോരാളികളുടെ യോജിപ്പിന്റെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും ഫലപ്രാപ്തിയുടെയും വ്യക്തമായ തെളിവാണെന്നാണ് അവകാശവാദം. വലിയ നാശനഷ്ടമാണ് ഇസ്രായേലിൽ സംഭവിച്ചത്. നിരവധി പേരുടെ ജീവൻ നഷ്ടമായി. ഇത് ഇസ്രായേലിന്റെയും അവരുടെ പങ്കാളിയായ അമേരിക്കയുടെയും പരാജയമാണെന്നാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത്. സൈനിസ്റ്റ് കുടിയേറ്റക്കാരിൽ പകുതി പേരും ഇസ്രായേൽ വിട്ടുപോകാൻ ചിന്തിക്കുകയാണ്. അവരിൽ അസ്തിത്വ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. തങ്ങൾ വെറും അധിനിവേശക്കാരും ഭൂമി തട്ടിയെടുക്കുന്നവരാണ് എന്നുള്ള ചിന്ത അവരിൽ വളരുകയാണെന്നും അബ്ദുൽ മാലിക് അൽ ഹൂതി കൂട്ടിച്ചേർത്തു. ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെയും പ്രവർത്തനം അദ്ദേഹം പ്രകീർത്തിച്ചു. ഹിസ്ബുള്ള കൃത്യവും ലക്ഷ്യബോധത്തോടെയുമുള്ള ഇസ്രായേൽ എന്ന ശത്രുവിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന ആളാണ്. ഹിസ്ബുള്ളയെ എങ്ങനെ നേരിടണമെന്ന് അറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. വടക്കൻ അധിനിവേശ ഇസ്രായേലിൽ ലക്ഷക്കണക്കിന് പേർ താമസിക്കാൻ ഭയപ്പെടുന്നുവെന്നും ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയുടെ മഹത്തായ പ്രവർത്തനങ്ങൾ തടയാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുമാണ് വിലയിരുത്തൽ. പ്രധാനമായും ഹിസ്ബുള്ളയിൽ നിന്നുള്ള വിലയിരുത്തലൊക്കെയാണ് ഇവ. ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ലോകമെമ്പാടും വർദ്ധിക്കുകയാണ്. അമേരിക്കയിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നവരെ അതിതീവ്രമായിട്ടാണ് സർക്കാർ നേരിടുന്നത്. അമേരിക്കൻ സർവകലാശാലകളിലെ പ്രതിഷേധങ്ങളോടുള്ള സർക്കാർ നടപടി ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന വിലയിരുത്തലും ഈ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.